ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീട്രൂട്ട് പൂരി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോയാലോ. നമ്മുടെ ബീട്രൂട്ട് പൂരിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് പൂരി രണ്ട് രീതിക്ക് ഉണ്ടാക്കാം. ഇത് ഫസ്റ്റ് മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഈ വൃത്തിയാക്കിയെടുത്ത ബീട്രൂട്ടിനെ നന്നായിട്ട് ചിരകിയെടുക്കുക. നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തും എടുക്കാം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതിനെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്കിതിൻ്റെ നീരാണ് കിട്ടേണ്ടത്, ഈ ബീട്രൂട്ടിൻ്റെ ആ ചാറ്. അപ്പം വെള്ളം ഒഴിച്ചില്ലെങ്കിലും അത്യാവശ്യം ചാറ് കിട്ടുന്നുണ്ടാകും. എന്നാലും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതുപോലൊരു സ്ട്രെയിനറിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് ഇതിൻ്റെ വെള്ളം നമ്മൾ മുഴുവനായിട്ടും എടുക്കുക. അപ്പം ഈ മെത്തേഡിൽ ചെയ്യുമ്പം പൂരിക്ക് കളറ് കുറവായി. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാൻ ചെറിയ ഒരു കപ്പിലാണ് എടുക്കുന്നത്. 5 കപ്പ് പൊടി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ നീര് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഈ ഉപ്പും നമ്മുടെ ഗോതമ്പ് പൊടിയും നമ്മുടെ ബീട്രൂട്ടിൻ്റെ നീര് മാത്രമേ ഇതിലുള്ളൂ. അപ്പം ഇത് നന്നായിട്ട് നമ്മൾ ബീട്രൂട്ടിൻ്റെ നീര് വെച്ചിട്ടാണ് കുഴച്ചെടുക്കുക. പിന്നെ ഈ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ പൂരിക്ക് നന്നായിട്ട് റെഡ് കളർ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്തും ഓയിലൊന്നും ചേർത്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഡോ ഡ്രൈ ആയി പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മുടെ പൂരിക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് നമുക്ക് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മൾ സെക്കൻഡ് മെത്തേഡിൽ ചെയ്യുമ്പോഴാണ് പൂരിക്ക് നല്ല റെഡ് കളർ കിട്ടുന്നത്. ഇത് റെഡ് കളർ ഉണ്ടാകും, എന്നാലും വലിയ റെഡ് കളറൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം പൂരിയുടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിനെ പരത്തിയെടുക്കാം. അപ്പം ഞാൻ പരത്തിയെടുക്കുമ്പം കറക്റ്റ് എനിക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാത്തതുകൊണ്ട് ഞാനൊരു പാത്രം വെച്ചിട്ട്, നമ്മുടെ ചോറ്റുപാത്രമില്ല, സാധാരണ ചോറ്റുപാത്രം, റൗണ്ട് ചോറ്റുപാത്രം വെച്ചിട്ട് അതിനെ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പരത്തി വെച്ചേക്കുന്നതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അതിന് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്, സൺഫ്ലവർ ഓയിലല്ല. എനിക്ക് സൺഫ്ലവർ ഓയിലിൽ മുരിച്ചെടുക്കുന്ന പൂരി കഴിക്കാൻ അത്ര ഇഷ്ടമല്ല. നമ്മുടെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്ന പൂരിയാണ് കേട്ടോ എനിക്കിഷ്ടം. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ ഈ ഒരു പൂരിക്ക് നമുക്ക് ഭയങ്കര റെഡ് കളർ കിട്ടില്ല. എന്നാലും റെഡ് കളർ ഉണ്ടാകും, എന്നാലും ഒരുപാട് റെഡ് കളർ ഉണ്ടാവില്ല. കാരണം നമ്മളിതിൽ അതിൻ്റെ നീര് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൊത്തുകൂടി ഇട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ മാത്രമേ നല്ലൊരു റെഡിഷ് കളർ കിട്ടുള്ളൂ. എന്ന് വെച്ചിട്ട് അതിൻ്റെ ടേസ്റ്റൊന്നും ഒരു കുഴപ്പമില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൂരി തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു എന്നൊക്കെ വീട്ടിൽ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.